പ്രത്യാശയേകും വചനം, രക്ഷയേകും വചനം, സത്യമായ വചനം, ജീവനേകും വചനം. പ്രത്യാശയേകും വചനം, രക്ഷയേകും വചനം, സത്യമായ വചനം, ജീവനേകും വചനം. ഉപാസന വചനോപാസന, ഉപാസന വചനോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചനോപാസന ക്ലാസ്സിൽ നാം പഠിക്കുക സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം മുതലുള്ള ഭാഗമാണ്. ഈ 27-ാം അധ്യായത്തിൽ പ്രധാനമായും സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുക. അതായത് പുത്രന്മാർക്കേ പിതൃസ്വത്തിൽ അവകാശമുള്ളൂ എന്നതാണ് ഇസ്രായേലിലെ രീതി. ഇസ്രായേലിൽ സ്വത്ത് വീതം വയ്ക്കുന്ന രീതി നമുക്കറിയാം. മൂത്ത പുത്രന് 2 ഓഹരി ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഒരപ്പന് 4 പിള്ളേരുണ്ടെങ്കിൽ 4 ആൺപിള്ളേരുണ്ടെങ്കിൽ അപ്പൻ്റെ സ്വത്തിനെ 5 വീതിക്കും. 2 ഓഹരി മൂത്ത പുത്രന് കൊടുക്കും, ബാക്കിയുള്ളവർക്ക് ഓരോ ഓഹരി. ആ രീതിയിലാണ് ഇസ്രായേലിൽ സ്വത്ത് വീതം വെച്ചിരുന്നത്. അങ്ങനെ വീതം വയ്ക്കുമ്പോൾ പെൺമക്കൾക്ക് വീതമൊന്നുമില്ല. ഇവിടെ ഒരു കുടുംബത്തിൽ സെലോഫഹാദിൻ്റെ പുത്രിമാർ, സെലോഫഹാദിന് ആൺമക്കളിൽ ആ പെൺമക്കൾക്ക് അപ്പൻ്റെ വീതം വേണം പെൺമക്കൾ എന്ന് മോശയോട് പറയുകയാണ്. മോശ കർത്താവിനോട് ആലോചന ചോദിച്ച് പിള്ളേർ പറയുന്നത് ശരിയാണോ, ദൈവമേ ഞങ്ങൾ എന്താ ചെയ്യുക? ദൈവം പറഞ്ഞാൽ ശരിയാ, പെൺമക്കൾക്ക് അവകാശമുണ്ട്, അവർക്ക് കൊടുത്തേക്കണം. പിതൃസ്വത്തിൻ്റെ മേലുള്ള അവകാശം പുത്രന്മാർക്ക് എന്നതുപോലെ പെൺകുട്ടികൾക്കും ഉണ്ട് എന്ന ഒരു നിലപാട്, അത് വളരെ ശക്തമായ ഒരു നിലപാട് മാറ്റമാണ് സംഖ്യയുടെ പുസ്തകം ഇവിടെ അവതരിപ്പിക്കുക. സാധാരണഗതിയിലുള്ള നിയമം എന്താ? അപ്രകാരമുള്ള ഈ പുത്രന്മാരും ഇല്ലാത്ത അപ്പൻ്റെ പെൺമക്കൾ വിവാഹിതരായി പോകും. വിവാഹിതരായ സ്ത്രീകളുടെ ഭർത്താവ് മരിച്ചാൽ അവൾ ആ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം ചെയ്യാൻ നിർബന്ധിതയാണ്. അങ്ങനെ സ്ത്രീക്ക് സ്വയമേ ഒരസ്തിത്വം ഇല്ല എന്ന സങ്കല്പത്തിൽ നിന്ന് സംഖ്യയുടെ പുസ്തകം കുറെ കൂടി പുരോഗമനാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ട് പറയുകയാണ്, പുത്രന് എന്നതുപോലെ പുത്രിക്കും പിതൃസ്വത്തിൻ്റെ മേൽ അവകാശം. ഈ പിതൃസ്വത്തിൻ്റെ മേലുള്ള അവകാശം നമുക്കറിയാം. ഇന്ന് കേരളത്തിലാണെങ്കിലും ഒരു കാലത്ത് ക്രൈസ്തവ പിന്തുടർച്ചാവകാശം അനുസരിച്ച് പുത്രന് മാത്രമേ അപ്പൻ്റെ സ്വത്തിൽ അവകാശമുണ്ടാകും, ആൺമക്കൾക്ക് മാത്രം. അതേസമയം പെൺമക്കൾക്കും അവകാശമുണ്ട് എന്ന് ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം വിധിച്ചു. അത് ശരിയായ വിധിയാണ്. സ്ത്രീയെയും പുരുഷനെയും, അല്ലെങ്കിൽ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പുത്രപുത്രി സ്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യത്യസ്തമായി വിലയിരുത്തുന്നത് ശരിയല്ല എന്ന കോടതിയുടെ നിരീക്ഷണം തികച്ചും നീതിയുക്തം. നമ്മളത് അനുധാവനം ചെയ്യുകയും വേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഇത് കേൾക്കുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിതൃസ്വത്ത് എന്ന് പറയുന്നത് ആത്യന്തികമായി അത് പിതാവിൻ്റെ അവകാശം, പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിക്കാൻ ദൈവം കൊടുത്ത തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അവകാശം. ആ അവകാശത്തെക്കുറിച്ച് എല്ലാ മക്കളും അവബോധമുള്ളവരാകുമ്പോൾ തന്നെ അവരതോടൊപ്പം ഒരു വലിയ കടമയും കൂടി ഏറ്റെടുക്കും. പിതൃസ്വത്തിൽ പങ്കുപറ്റുന്ന സകലർക്കുമുള്ള വലിയ കടമ, ഉത്തരവാദിത്വം, കടപ്പാട് എന്താ? അവര് അപ്പനെ അമ്മയെ നോക്കണമെന്നുള്ളത്. അവരപ്പനെ അമ്മയെ നോക്കണം. പിതൃസ്വത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും 100 നാവാണ്. അതേസമയം പിതാവിനോട് മാതാവിനോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും സമയവും ഇല്ല, സന്ദർഭവും ഇല്ല, സാഹചര്യവും ഇല്ല. എല്ലാവരും ജോലി തിരക്കിലാണ് താൻ. വീതം വയ്ക്കുന്നതിന് പലപ്പോഴും മധ്യസ്ഥത വഹിക്കാൻ ഇടവ വികാരി എന്ന നിലയിൽ ഇടവന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു വസ്തുതയാണ്. വീതത്തെക്കുറിച്ച് എല്ലാവരും വാതോരാതെ സംസാരിക്കും. അതാണും പെണ്ണും 100 നാവോടെ സംസാരിക്കുകയും ചെയ്യും. പക്ഷേ അപ്പനെ ആര് നോക്കും, അമ്മയെ ആര് നോക്കും എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒഴിവ് കഴിവുകൾ. അതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെ ഒരേ ശ്വാസത്തിൽ പറയേണ്ട വസ്തുതകളാണ്. പിതൃസ്വത്തിൻ്റെ മേലുള്ള അവകാശം പറയുന്ന പുത്രനും പുത്രിയും പിതാവിനോട് മാതാവിനോടുള്ള കടമയെക്കുറിച്ച് കൂടി സംസാരിക്കുമ്പോഴാണ് ഈ ദൈവം വിഭാവനം ചെയ്ത വസ്തുത നമ്മുടെ സാമൂഹിക ക്രമത്തിൽ പ്രതിഫലിക്കുന്നത് എന്നത് സത്യമാണ്. സ്ത്രീക്ക് അവകാശമുണ്ട് സ്വത്തിൻ്റെ മേൽ എന്നത് വിശുദ്ധ ഗ്രന്ഥകാരൻ പറഞ്ഞു തരുന്ന സത്യം. അത് നാം ഗ്രഹിക്കേണ്ടതാണ്. അതിനെ സ്ത്രീധനം എന്ന ഒരു സാമൂഹിക അനാചാരമായി കരുതാതെ സ്ത്രീക്കുള്ള അവകാശം പുത്രനുള്ളതുപോലെ ഭൂമിയുടെ മേലുള്ള ഒരു അവകാശമായി നിർണയിച്ച് 10 സെൻറ്റേ ഉള്ളൂ, 3 പിള്ളേരും ഉണ്ട്, 3 സെൻറ്റ് വീതം തിരിച്ചു കൊടുത്ത് അതാണ് അവളുടെ അവകാശം എന്ന് വരുത്തി അവളുടെ വിവാഹം നടപ്പിൽ വരുത്തുന്ന ഒരു സാമൂഹിക നവീകരണം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വരേണ്ട ഒരു കാലം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം പെമ്മക്കളെ ശല്യങ്ങളായി ബാധ്യതകളായി പലപ്പോഴും മാതാപിതാക്കൾ കരുതുന്നതിൻ്റെ കാരണം എന്താ? വിവാഹ സമയത്ത് അവർക്ക് എടുത്താ പൊങ്ങാത്ത ഒരു വലിയ തുക പെങ്കൊച്ചിനെ പറഞ്ഞു വിടാൻ വേണ്ടി കണ്ടെത്തേണ്ടി വരുന്നു എന്നത് തെറ്റായ ഒരു സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമാണ്. പുരുഷനുള്ളതുപോലെ സ്ത്രീക്കും പിതൃസ്വത്തിന്മേലുള്ള അവകാശം എന്ന വ്യവസ്ഥിതി വരുമ്പോൾ പുരുഷനെയും സ്ത്രീയെയും സമാന മഹത്വത്തോടെ വീക്ഷിക്കാൻ സമൂഹം നിർബന്ധിതമായിത്തീരും. അതുകൊണ്ട് സമ്പത്തിൻ്റെ മേലുള്ള അവകാശം പുരുഷന് മാത്രമായി നിജപ്പെടുത്തുന്നിടത്ത് സ്ത്രീ അധിക ബാധ്യതയും ഭാരവുമായി പരിഗണിക്കപ്പെടും എന്ന് ദൈവത്തിനറിയാം. എന്നതുകൊണ്ടാണ് സ്ത്രീ സമത്വത്തിൻ്റെ ഈ ഒരു വ്യക്തമായ നിർദ്ദേശം സംഖ്യയുടെ പുസ്തകം തരുന്നത് എന്ന് നാം മനസ്സിലാക്കും. മറ്റൊരു പ്രധാന വസ്തുത, അത് 26-ാം അധ്യായത്തിൽ തന്നെ ആരംഭിച്ചൊരു ചിന്തയാണ്, 27-ാം അധ്യായത്തിലും തുടരുന്നേ ഉള്ളൂ. അതായത് ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്, മനുഷ്യൻ്റേതല്ല. ഭൂമി കാനാൻ ദേശം അത് ആരൊക്കെ അധിവസിച്ചിരുന്ന നാടാണ്. ദൈവം ആ ദേശമെടുത്ത് ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. ഇസ്രായേൽ ജനത്തിന് കൊടുത്തപ്പോൾ ആ ഭൂമി ദൈവത്തിൻ്റെതാണ്. ഇസ്രായേൽ ജനം ഭൂമിയിലെ കാര്യസ്ഥന്മാർ മാത്രമാണ്. നമുക്കറിയാം, അത് പറുദീസ അനുഭവത്തിൻ്റെ പുനരാവിഷ്കരണം. ദൈവം ഈ കാണുന്ന സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും അണിയിച്ചൊരുക്കി മനുഷ്യനെ ഭരമേൽപ്പിച്ചു. മനുഷ്യൻ അതിൻ്റെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ ശ്രമിച്ച് ദൈവത്തെ ഗളഹസ്ഥം ചെയ്യാൻ പരിശ്രമിച്ചപ്പോഴാണ് ആദ്യപാപം ഉടലെടുത്തത് എന്ന് ഉൽപ്പത്തി ഗ്രന്ഥം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇവിടെയും നമുക്കറിയാം, പറുദീസായുടെ പുനരാവിഷ്കരണമാണ് വാഗ്ദാന നാട്. തേനും പാലും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശം എന്ന പദപ്രയോഗമൊക്കെ അതിനെ വിശദീകരിക്കുന്നതും. പക്ഷേ നമ്മൾ കാണാതെ പോകുന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഭൂമിയുടെ കാര്യസ്ഥൻ മാത്രമാണ് മനുഷ്യനെങ്കിൽ എന്തായിരിക്കണം മനുഷ്യന് ഭൂമിയോടുള്ള മനോഭാവം? കാര്യസ്ഥന് ഭൂമി വിൽക്കാൻ അവകാശമില്ല. കാര്യസ്ഥന് ഭൂമിയെ തന്നിഷ്ടം പോലെ ഉപയോഗിക്കാൻ അവകാശമില്ല. കാര്യസ്ഥൻ എപ്പോഴും യജമാനൻ്റെ മനസ്സറിഞ്ഞ് വേണം
ഭൂമിയെ ഉപയോഗിക്കാൻ. ഈ ഭൂമിയെക്കുറിച്ചുള്ള വ്യക്തമായ ദൈവീക ദർശനമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ നിയമമുണ്ട്, പിതൃസ്വത്തായി ദൈവം തന്ന ഈ ഭൂമി ആരും കൈമാറ്റം ചെയ്യരുത്, വിൽക്കരുത്, ഭൂമി വിറ്റ് കാശുണ്ടാക്കരുത്. ഭൂമിയെ ധനാഗമ മാർഗമായി മനുഷ്യൻ എന്ന് മുതൽ കാണാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഈ ഭൂമി മനുഷ്യൻ്റെ ഇടയിൽ കലഹത്തിനും ഭിന്നതയ്ക്കും നാശത്തിനും കാരണമായത്. ഭൂമിയാണ് ഏറ്റവും അധികം മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാൽ സത്യമല്ല. രാജ്യങ്ങൾ അതിർത്തികൾ നിർണയിച്ച് ഇതെൻ്റേത് അത് നിൻ്റേത് എന്ന് പറഞ്ഞ് അതിരുകൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലോകത്തെ യുദ്ധങ്ങൾ അത്രയും ഉണ്ടായത് എന്ന് നമുക്കറിയാം. സഹോദരങ്ങൾ തമ്മിൽ ശത്രുതയും ഭിന്നതയും കഴിയുന്നതിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ വീതം വെച്ച ഭൂമിയുടെ ഏറ്റക്കുറച്ചിലിനെ കുറിച്ചുള്ള അസ്വസ്ഥതകളാണ്. അതല്ല എങ്കിൽ അതിരവൻ കൂടുതൽ മാന്തിയെടുത്തു എന്നുള്ള കലാപമായിരിക്കും. നോക്കിക്കേ, ഭൂമി ദൈവത്തിൻ്റേതും ഞങ്ങളെല്ലാം കാര്യസ്ഥന്മാരുമാണ് എന്ന ചിന്ത മറക്കുമ്പോൾ, ഞാൻ ഭൂമിയുടെ അധികാരിയാണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഭൂമി കലാപത്തിന് നിമിത്തമാവുക. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിൽ പലർക്കും അവകാശം നിഷേധിക്കപ്പെടാനിവിടെ വരും. ഇപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്നാ? നാട്ടിലെ പണമുള്ള മുതലാളിമാർ മനുഷ്യാധിവാസത്തിന് യോഗ്യമായ ഭൂമിയെല്ലാം കാശ് മുടക്കി മേടിച്ച് മുൻകൂർ കരുതൽ സ്റ്റോക്ക് ഇടുകയാണ്. ഭൂമിയെല്ലാം നാട്ടിലെ സമ്പന്നരുടെ കൈവശമായി. പാവപ്പെട്ടവന് 1/2 സെൻറ്റ് ഒരു വീട് വയ്ക്കാൻ 1 സെൻറ്റ് ഭൂമി വേണമെങ്കിൽ അതിന് അന്യായ വില കൊടുത്ത് മേടിക്കേണ്ട സാഹചര്യം സംജാതമായി. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് ചേരാത്ത പണി. കാരണം എന്താ? ഭൂമി ഒടയതമ്പുരാൻ്റേത്. അതുകൊണ്ട് സമൂഹത്തിലെ സകല അനീതിക്കും കാരണം ഭൂമിയുടെ മേൽ മനുഷ്യൻ പുലർത്തുന്ന ഈ അധീശത്വ മനോഭാവമാണ് എന്ന കാഴ്ചപ്പാട് ഞാൻ വിചാരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്ന നമ്മളെല്ലാം കൂടുതൽ ആഴത്തിൽ സ്വാംശീകരിക്കുകയും സ്വായത്തമാക്കുകയും കർമ്മപഥത്തിലെത്തിക്കുകയും ചെയ്യേണ്ട ഒരു കൽപ്പനയാണ്. ആരെങ്കിലും ഭൂമി പണയം വെച്ച് പണം വാങ്ങുകയോ കടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്യാധീനമായി തീർന്ന ഭൂമിയെല്ലാം ജൂബിലി വർഷത്തിൽ ഉടമസ്ഥന് തിരികെ നൽകപ്പെടുമെന്ന് ഇസ്രായേൽ നിയമമുണ്ട്. അതായത് അനീതിയുടെ ആയസ് ഏറിയാൽ 50 കൊല്ലം, അത് കഴിയുമ്പം ഭൂമി അതിൻ്റെ യജമാനന് മടക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇസ്രായേൽ എങ്ങനെ ദൈവജനമായി നിലകൊണ്ടു. ഈ ഭൂമിയോടുള്ള മണ്ണിനോടുള്ള ആർത്തി മനുഷ്യനെ നശിപ്പിക്കുന്ന തിന്മയാണ്. മറിച്ച് ദൈവത്തിൻ്റെ മക്കളായ തങ്ങൾക്ക് അധിവസിക്കാൻ ദൈവം തന്നതാണ് ഈ ഭൂമി. അത് കൈവശപ്പെടുത്തി വെട്ടിപ്പിടിക്കുക എന്നുള്ള ചിന്ത അസ്ഥാനത്താണെന്നും ഈ ഭൂമി എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും ജീവിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഭൂമിയെക്കുറിച്ചുള്ള ആധ്യാത്മികത ആരംഭിക്കുക. ഭൂമിയെക്കുറിച്ചുള്ള ആധ്യാത്മികത എന്ന് പറയുന്ന എ തിയോളജി ഓഫ് എർത്ത് എന്ന് ചിന്തിച്ചു തുടങ്ങേണ്ട കാലം കഴിഞ്ഞു. അത് കേവലം പരിസ്ഥിതി ദൈവശാസ്ത്രം മാത്രമല്ല. പരിസ്ഥിതി ദൈവശാസ്ത്രത്തിൽ ഇക്കോ തിയോളജിയിൽ പലപ്പോഴും സംഭവിക്കുന്ന എന്താ? ഈ ചുറ്റുവട്ടങ്ങളുമായുള്ള സംവേദനത്തിൽ പുലർത്തേണ്ട നീതിയെക്കുറിച്ചാണ് പറയുക. മറിച്ച് ഈ ഭൂമി എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് തന്നെ, മണ്ണ് എന്ന സത്യത്തെക്കുറിച്ച് തന്നെയുള്ള ആധ്യാത്മികതയ്ക്ക് രൂപം നൽകേണ്ട കാലം അതിക്രമിച്ചു എന്ന് ഈ സംഖ്യയുടെ പുസ്തകം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഭൂമിയുടെ യഥാർത്ഥ അവകാശി ദൈവമാണ്. ഇസ്രായേലെ, നീ ഈ ഭൂമിയിലെ കുടിയാനാണ് അല്ലെങ്കിൽ കാര്യസ്ഥനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ പറുദീസാനുഭവത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് സത്യത്തിൽ ദൈവം വിഭാവനം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കും. ഈ ഭൂമി മുഴുവനും ദൈവത്തിൻ്റേതാകുമ്പോൾ രക്ഷ എന്ന് പറയുന്ന വാഗ്ദാന നാട്, ആ ദേശം തന്നെ അനുഗ്രഹിക്കപ്പെടുകയാണ്.
തേനും പാലും ഒഴുകുന്ന ദേശം എന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ നീരുറവ ഉള്ള നാട് എന്നാണ് അർത്ഥം. ആ ദേശം തന്നെ അനുഗ്രഹീതമാവുകയാണ്. മനുഷ്യൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ രക്ഷ കിട്ടുന്നത് മനുഷ്യന് മാത്രമല്ല മണ്ണിനുമാണ് എന്ന സന്ദേശം ബൈബിളിലുടനീളമുണ്ട്. പാപം ചെയ്ത ആദത്തോട് ദൈവം പറയുന്നുണ്ട്, ആദമേ, ഇനി നീ കൃഷി ചെയ്താൽ മണ്ണ് നിനക്ക് ഫലം തരില്ല, പകരം ഞെരിഞ്ഞിലും മുൾച്ചെടിയും പുറപ്പെടുവിക്കും. പാപം ചെയ്ത കായേനോട് ദൈവം ഇതേ സത്യം പറയുന്നുണ്ട്, കായേനെ, നീ തെറ്റ് ചെയ്ത ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനാണ്, കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, മനുഷ്യൻ, ദൈവം ഭരമേൽപ്പിച്ച മനുഷ്യൻ തിന്മയ്ക്ക് വിധേയമാകുമ്പോൾ ആ ഭൂമിയും ഊഷരമായി തീരുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ധാർമ്മികതയാണ് ഭൂമിയുടെ ഫലഭൂയിഷ്ടിക്ക്, സമ്പന്നതയ്ക്ക്, ഫലപ്രാപ്തിക്ക് നിദാനം എന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ പറഞ്ഞു തരുന്നതിൽ വലിയ സത്യമുണ്ട്. രക്ഷ എന്ന് പറയുന്നത് ഈ മണ്ണിൻ്റെ മുകളിൽ രണ്ടു കാലേ നടക്കുന്ന മനുഷ്യനെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, മറിച്ച് അത് ഈ ഭൂമി മുഴുവനെയും ബാധിക്കുന്ന വിഷയമാണ്. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുക, യേശുക്രിസ്തുവിൽ എല്ലാം നവീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച്. മനുഷ്യന് മാത്രം ബാധകമായൊരു രക്ഷയെക്കുറിച്ചല്ല ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുക, മറിച്ച് ഈ പ്രപഞ്ചത്തെ ഒന്നാകെ ദൈവമായ കർത്താവ് രക്ഷയുടെ ഭൂമികയാക്കി രൂപാന്തരപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന സൂചന ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ഭൂമിയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രത്തിൻ്റെ ആഴമേറിയ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 27-ാം അധ്യായത്തിൻ്റെ സമാപന ഭാഗം 12-ാം വചനം മുതൽ അതിൻ്റെ അവസാനം വരെ നമുക്കറിയാം. മോശ തൻ്റെ മരണത്തോടടുത്തപ്പോൾ നേതൃത്വം ജോഷുവായ്ക്ക് കൈമാറുന്ന രംഗമാണത്. പഞ്ചഗ്രന്ഥിയിലെ സുപ്രധാനമായൊരു സംഭവമാണ്. ഈ പലതരത്തിലുള്ള നേതൃത്വങ്ങൾ പഞ്ചഗ്രന്ഥിയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒന്ന് വളരെ കരിസ്മാറ്റിക് ലീഡർഷിപ്പാണ്. അതായത് ദൈവം തിരഞ്ഞെടുത്ത് വരപ്രസാദങ്ങൾ കൊണ്ട് നിറച്ച വ്യക്തികളുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഐതിഹാസികമായ മുന്നേറ്റങ്ങൾ നടത്തുന്നത് നമുക്കറിയാം. അതിലെ അഗ്രഗണ്യൻ മോശയാണ് എന്ന് നമുക്കറിയാം. അത് ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പാണ്. അതായത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവീക വരപ്രസാദങ്ങൾ അതിൻ്റെ സമ്പൂർണതയിൽ നിറഞ്ഞു നിൽക്കുന്ന നേതൃത്വമാണ്. അവർ ഔദ്യോഗികമായോ അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശത്തിലോ വരുന്നതല്ല, അവരെ ദൈവം തിരഞ്ഞെടുക്കുന്നു. അത്തരത്തിലുള്ള നേതൃത്വം പഞ്ചഗ്രന്ഥിയിൽ തന്നെ നമ്മൾ പുരോഹിത നേതൃത്വത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അതൊരു ഔദ്യോഗിക നേതൃത്വം. ആ ഔദ്യോഗിക നേതൃത്വമുള്ള പൗരോഹിത്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ, ദൈവം പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന അത്ഭുതാവഹമായ നേതൃത്വങ്ങളുമാണ്. മോശ പുരോഹിത കുലജാതനായിരുന്നു എന്നത് സത്യം. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഹ്റോൻ പുരോഹിതനായിരുന്നു എന്നത് വ്യക്തമാണ്. പുരോഹിത കുലജാതനായിരുന്ന മോശ തനിക്ക് ലഭിച്ച ഔദ്യോഗിക പൗരോഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയായിരുന്നില്ല, മറിച്ച് ദൈവീകമായ നിയോഗങ്ങൾ വളർത്തിയെടുത്ത വ്യക്തി കൂടിയായിരുന്നു. ഈ ഔദ്യോഗിക നേതൃത്വങ്ങളെല്ലാം ഈ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പിലേക്ക്, എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വസ്തതയിലൂടെ, സ്നേഹത്തിലൂടെ ദൈവവരപ്രസാദം നിറഞ്ഞ വ്യക്തികളായി തീരണം എന്ന നേതൃത്വത്തെക്കുറിച്ച് സംഖ്യയുടെ പുസ്തകം നൽകുന്ന വീക്ഷണം വളരെ ശ്രദ്ധാർഹമാണ്. ഇതുവരെയും നിഴലുപോലെ മോശയെ അനുഗമിച്ചവനാണ് ജോഷുവ. ആ ജോഷുവയെ കുറിച്ച് ദൈവം പറയുകയാണ്, എൻ്റെ ആത്മാവ് വസിക്കുന്ന ജോഷുവായുടെ മേൽ നീ കൈവയ്ക്കുക, അങ്ങനെ നിൻ്റെ ശക്തി ചൈതന്യങ്ങൾ അവനിലേക്ക് പകർന്നു കൊടുക്കുക, ഇനിമേൽ അവൻ ദൈവജനത്തെ നയിക്കും. മോശ എന്ന നേതാവിനെയും നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. തനിക്ക് പ്രായമായപ്പോൾ മോശ ദൈവത്തോട് പറയുക, എൻ്റെ ദൈവമേ, അങ്ങയുടെ ജനം അനാഥമായി പോകരുതേ,
എൻ്റെ അങ്ങയുടെ ജനത്തെ നയിക്കാൻ ശക്തനായ നേതാവിനെ തരണമേ. കാലമാകുമ്പോൾ വഴിമാറിക്കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണവന്മാർ പിള്ളേർക്ക് സ്വത്ത് വീതം വെച്ച് കൊടുക്കുമ്പോഴായിക്കോട്ടെ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ പിൻതലമുറക്കാർക്ക് വഴിമാറി കൊടുക്കുമ്പോഴാകട്ടെ, പാലിക്കപ്പെടേണ്ട ഒരു അടിസ്ഥാന തത്വമാണ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് വരെയും ലോകത്ത് നിറഞ്ഞു നിൽക്കണം എന്നുള്ള വ്യഗ്രത അതൊരു നേതാവിന് ഭൂഷണമായ മനോഭാവമല്ല എന്ന് നാം തിരിച്ചറിയും. ചിലരൊക്കെ പലപ്പോഴും പരിഹസിച്ച് അടുത്ത കാലത്ത് പറയപ്പെടുന്ന പ്രസ്താവനകളൊക്കെ ചേർത്ത് വായിച്ചാൽ, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് കഴിഞ്ഞാലേ യുവജനങ്ങൾക്ക് അവസരമുള്ളൂ എന്നൊക്കെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരിവിടെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കിയപ്പോൾ സങ്കടം പറഞ്ഞത് വലിയ തമാശയായി മലയാളികൾ സ്വീകരിച്ചിട്ടുള്ളൂ. എന്തേ അങ്ങനെയൊക്കെ പറയാൻ ഇടവരുന്നത് എന്ന് ചോദിച്ചാൽ, മുതിർന്നവർക്ക് അർഹമായ സ്ഥാനം വേണം. പക്ഷേ അവര് ഒരു കാലം കഴിഞ്ഞാൽ വഴിമാറി കൊടുക്കേണ്ടതുണ്ട് എന്ന് ഈ മോശ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കുടുംബത്തിലെന്നല്ല, സമൂഹത്തിൻ്റെ സകല ശ്രേണികളിലും ഇത് ആവശ്യമുണ്ട്. ഞാൻ ഭരിക്കാനായി ജനിച്ചവനാണ്, ഞാൻ അധികാരത്തിന് വേണ്ടി ജനിച്ചവനാണ്, അതുകൊണ്ട് എൻ്റെ മരണം വരെയും ഞാൻ ഈ അധികാരം കൈയാളും എന്ന ചിന്താഗതി ആരോഗ്യകരമായ ചിന്താഗതി അല്ല എന്ന് മനസ്സിൽ നമുക്ക് കുറിച്ചു വയ്ക്കും. 28-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ നാം കാണുന്നത് ബലികളെയും കാഴ്ചകളെയും കുറിച്ചുള്ള വിശദീകരണങ്ങൾ. ഈ ഭാഗം വിശദമായി ഇവിടെ ഞാൻ പ്രസ്താവിക്കേണ്ട കാര്യമില്ല, കാരണം ഈ ഭാഗം ലേവ്യരുടെ പുസ്തകം പഠിച്ചപ്പോൾ നാം വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയ വസ്തുതയാണ്. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ത് എന്ന് ചോദിച്ചാൽ, പലതരം ബലികൾ, എല്ലാ ദിവസവും ചെയ്യേണ്ട ബലികളുണ്ട്, ആഴ്ചകളിൽ ചെയ്യേണ്ട ബലികളുണ്ട്. 28-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ അനുദിന ബലികളെ കുറിച്ചാണെങ്കിൽ, 9 മുതൽ 9-ഉം 10-ഉം വാക്യങ്ങൾ വാര ബലികളെ കുറിച്ചാണ്. അതായത് ഒരാഴ്ചയിൽ ചെയ്യേണ്ട ബലികളെ കുറിച്ചാണെങ്കിൽ, അതായത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട ബലിയാണെങ്കിൽ, മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട ബലികളെ കുറിച്ചാണ് 11-ാം വാക്യം മുതൽ പറയുക. വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട ബലികളെ കുറിച്ചാണ്, തിരുനാളുകളെ കുറിച്ചുള്ള വിവരണമാണ് 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുക. അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി ബലികൾ പൗരോഹിത്യത്തിൻ്റെ മാധ്യസ്ഥതയെ സൂചിപ്പിക്കുന്നു. പുരോഹിതൻ സദാ ദേവാലയത്തിലിരുന്ന് ദൈവത്തോട് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കേണ്ട വ്യക്തിയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വിവരണത്തിൻ്റെ പിന്നാമ്പുറത്ത് വായിച്ചെടുക്കാവുന്നത്. ദൈവജനം ബഹുകാര്യ വ്യഗ്രതയിൽ മുഴുകി അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. അവർക്ക് എപ്പോഴും ദൈവവുമായി സംവദിക്കാനോ പാപപരിഹാരത്തിൻ്റെ ജീവിതം നയിക്കാനോ സാധിച്ചെന്ന് വരില്ല. അവർക്ക് വേണ്ടി ദൈവത്തിരുമുമ്പിലുള്ള പ്രാർത്ഥനയായി, ബലിയായി, കാഴ്ചകളായി, പാപപരിഹാര അനുഷ്ഠാനങ്ങളായി നിരന്തരം ജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കാനാണ് ദൈവം പുരോഹിതരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ സകല പുരോഹിതരും സമർപ്പിതരും മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് സമർപ്പിതരെ ദൈവം തിരഞ്ഞെടുത്തത്. പലപ്പോഴും സമർപ്പിതരായ നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ നേരമില്ലാത്ത അവസ്ഥയിലെത്തിപ്പെട്ടാൽ, പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്ന സന്ദേശത്തെ നമ്മൾ ആത്മശോധനാപരമായി വിലയിരുത്തേണ്ടതാണ്. ജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവർ ആ ഉത്തരവാദിത്വം മാറ്റിവെച്ചിട്ട് ബഹുകാര്യ വ്യഗ്രതയിൽപ്പെട്ട് ഉഴന്നാൽ ജനവും സമർപ്പിതരും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥ സംജാതമാകും. ജനത്തിനു വേണ്ടി ദൈവത്തിരുമുമ്പിൽ കരുണയുടെ മാധ്യസ്ഥം വഹിക്കാൻ, പാപപരിഹാരത്തിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, ജനത്തിനു വേണ്ടി പ്രാർത്ഥനകളും സുരഭില കാഴ്ചകളും സമർപ്പിക്കാൻ പുരോഹിതൻ നിതാന്തമായി ദേവാലയത്തിൽ ഉണ്ടാകണം എന്ന ഈ നിർദ്ദേശവും കാഴ്ചപ്പാടുകൾ അത് ദിവസവും ആഴ്ചയും മാസങ്ങളും
വർഷങ്ങളും വിശുദ്ധീകരിക്കുന്ന ബലികളുടെ വിവരണത്തെ നാം ആ അർത്ഥത്തിൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യമുണ്ട്. ഇവിടുത്തെ ആരാധനാക്രമത്തിനൊരു പഞ്ചാംഗം തന്നെ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആഴ്ചയുടെ 1-ാം ദിവസം, മാസത്തിൻ്റെ 1-ാം ദിവസം, 1-ാം മാസത്തിലെ 1-ാം ദിവസം, 7-ാം മാസത്തിലെ 1-ാം ദിവസം, 7-ാം മാസത്തിലെ 10-ാം ദിവസം, ഇങ്ങനെ ഓരോന്നിനും ആചാര അനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കുന്നതിലൂടെ ആണ്ടുവട്ടത്തെ മുഴുവനും ദൈവം വിശുദ്ധീകരിക്കുകയാണ് ഇവിടെ ചെയ്യുക. ഈ ആണ്ടുവട്ടത്തിൻ്റെ വിശുദ്ധീകരണം യഹൂദരിൽ നിന്ന് ക്രൈസ്തവരും കടമെടുത്തിട്ടുണ്ട് എന്നത് സത്യമാണ്. യഹൂദ പഞ്ചാംഗത്തെ അവലംബമാക്കിയാണ് ക്രൈസ്തവ പഞ്ചാംഗം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം എന്താ? യഹൂദരുടെ പഞ്ചാംഗത്തിൻ്റെ കേന്ദ്ര സംഭവം ഏതാ? പെസഹ തിരുനാൾ. ആ പെസഹ തിരുനാൾ നീസാൻ മാസം 14-ാം തീയതി വരുന്ന ആ പെസഹ തിരുനാളിനെ ആധാരമാക്കിയാണ് യഹൂദ പഞ്ചാംഗം മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ പഞ്ചാംഗത്തിനും ഇതുതന്നെയാണ് ആധാരമെന്ന് നമുക്കറിയാം. ക്രൈസ്തവ പഞ്ചാംഗത്തിലെ കേന്ദ്ര സംഭവം എന്താ? മിശിഹാ തമ്പുരാൻ്റെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. ഇത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന എവിടെയാ? വീണ്ടും പെസഹ തിരുനാൾ. പെസഹ തിരുനാളിനോടനുബന്ധിച്ച് യേശു മിശിഹ വധിക്കപ്പെടുന്നത്, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത്, സ്വർഗാരോഹണം ചെയ്യുന്നത് എല്ലാം ഈ പെസഹ തിരുനാളിൽ സംഭവിക്കുന്ന വസ്തുതകൾ യഹൂദരുടെ ആരാധനാക്രമ പഞ്ചാംഗത്തിൻ്റെ കേന്ദ്രം പെസഹ തിരുനാളായിരുന്നെങ്കിൽ ക്രൈസ്തവ പഞ്ചാംഗത്തിൻ്റെയും കേന്ദ്രം പെസഹ തിരുനാളാണ്. അതുകൊണ്ട് ഈ യഹൂദ പഞ്ചാംഗത്തെക്കുറിച്ചുള്ള വിവരണം വായിക്കുമ്പോൾ അത് നമുക്ക് യാതൊരു പരിചയവുമില്ലാത്തൊരു സംഭവത്തിൻ്റെ വിവരണമായി അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ഒരാശയത്തിൻ്റെ ആവിഷ്കരണമായി ആരും കരുതേണ്ടതില്ല. നാം ജീവിക്കുന്ന ആരാധനാക്രമത്തിൻ്റെ ആദിരൂപമാണ് ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് ദൈവം ഇങ്ങനെ സമയത്തെ വിശുദ്ധീകരിക്കുക എന്ന് ചോദിച്ചാൽ, സ്ഥലത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവം, സമയത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവം, അത് എന്തിനു വേണ്ടി എന്നതിൻ്റെ വിശദീകരണം തുടർന്നുള്ള ക്ലാസ്സിൽ നാം പഠിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. वचनों